അപ്പോൾ നമ്മൾ എല്ലായിടത്തും കേൾക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പുഴ വറ്റി വരളുന്നു, അല്ലെങ്കിൽ കിണർ വറ്റുന്നു, കുളം വറ്റുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഈ കടുത്ത വേനലിലും നിറയെ വെള്ളമുള്ള ഒരു കുളത്തിലേക്കാണ് ഒരു കുളമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ആ കുളത്തിനൊരു ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഒരു അത്ഭുത കിണറാണ്. വേറൊന്നുമല്ല, ഇത് മഴക്കാലത്ത് വറ്റുകയും വേനൽക്കാലത്ത് നിറയെ വെള്ളം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനൊരു അത്ഭുത പ്രതിഭാസമാണ് ആ കിണർ. അതാണ് കാണാൻ പോകുന്നത്. നാട് മുഴുവൻ വറ്റി വരണ്ടിട്ടും നല്ല പ്രതീക്ഷയാണ് കോഴിക്കോട് ആയഞ്ചേരിയിലെ അത്ഭുത കിണർ. വേനലിൽ മാത്രം തെളിനീർ നൽകുന്ന ഈ കിണർ മഴ പെയ്യുന്നതോടെ വറ്റിപ്പോകും. ഉയരം കൂടിയ പ്രദേശത്തെ അത്ഭുത കിണറാണ്. ഇത്തവണത്തെ കടുത്ത വേനലിലും പതിവ് തെറ്റിച്ചിട്ടില്ല. കോരിച്ചൊരിയുന്ന മഴയത്തുള്ള കിണറാണിത്. കുടിവെള്ളത്തിന് പോലും കോരിയെടുക്കാൻ വെള്ളമില്ല. ഇപ്പോൾ നാട് മുഴുവൻ വറ്റിവരണ്ടിട്ടും ആയഞ്ചേരിയിലെ അത്ഭുത കിണറിൽ ധാരാളം വെള്ളം. വേനൽ കടുക്കുന്ന കുംഭം മീനം മാസങ്ങളിൽ കിണർ ഇങ്ങനെയാണ്. മോട്ടോർ ഉപയോഗിച്ചും വെള്ളമെടുക്കാനാവും. കുടിവെള്ളം കിട്ടാത്തവർക്ക് കല്യാണിയുടെ വീട്ടിലെ കിണർ തെളിനീർ സ്നേഹം പകരുന്നു. 100 കൊല്ലം പഴക്കമുള്ള കരടാണ്. ജൂലായിലൊന്നും വെള്ളമില്ല. ഇപ്പോൾ മഴക്കാലത്ത് വെള്ളം ഉണ്ടാകുന്നില്ല. ഇപ്പം വെള്ളമുണ്ട്, ഇഷ്ടം മാതിരിക്ക് വെള്ളമുണ്ട്. മഴ ഇപ്പം പെയ്ത് കഴിഞ്ഞാൽ ഉള്ള വെള്ളവും പറ്റും. ചിലം കർക്കിടം കഴിഞ്ഞ് 2-3 ദിവസം കഴിയും പിന്നെ വെള്ളമായി വരണമെങ്കിലും. തറോപ്പൊയിൽ ദിനേശിൻ്റെ അമ്മ കല്യാണി കോരിച്ചൊരിയുന്ന മഴക്കാലത്ത് വെള്ളം തലച്ചുമടായി വീട്ടിലെത്തിക്കുന്നത് ആരിലും കൗതുകമുണർത്തും. വീട്ടിലെ കിണർ എത്ര മഴ പെയ്താലും വറ്റിക്കിടക്കും. 100 വർഷത്തിലേറെ പഴക്കമുണ്ട് കിണറിന്. ഇപ്പോൾ 3 പടവിലേറെ വെള്ളം. ബാരലുകളിൽ വെള്ളം സൂക്ഷിച്ചു വെക്കുന്നത് മഴ എപ്പോൾ വന്നാലും വറ്റിപ്പോകുന്ന കിണറിനെക്കുറിച്ചുള്ള ആശങ്ക കൊണ്ടാണ്. ഉയരമുള്ള പ്രദേശത്തെ ഈ കിണറിൻ്റെ അത്ഭുതം പഠന വിഷയമാക്കേണ്ടത് തന്നെ. പ്രകൃതി ഒളിപ്പിച്ച കൗതുകം കല്യാണിക്കും കുടുംബത്തിനും നാട്ടുകാർ കാത്തിരിക്കുന്ന മഴക്കാലം വരെ മാത്രമാണ് ആശ്വാസം പകരുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.